സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മാത്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനമായിട്ട് നമ്മൾ ചെയ്തത് ദശാംശ സംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട തിയററ്റിക്കൽ പാർട്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിന് മുന്നേക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ മാതൃക ചോദ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. എപ്പോഴും പറയുന്ന പോലെയാണ്, ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന സമയത്ത് എക്സ്പ്ലനേഷനിലേക്ക് നിങ്ങൾ വരിക. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 0.333 ഇതാ എക്സെട്ര, കുറേ ഡോട്ട് ഉണ്ട്, എക്സെട്ര ഹോൾ സ്ക്വയർ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? 0.333 എക്സെട്ര ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വർഗ്ഗം എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു സംഖ്യ ഒരു മൂന്ന് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ വർഗ്ഗം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എത്ര കിട്ടുക. 3 ഗുണിക്കണം 3 എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക, 9 ആണ് നിങ്ങളെല്ലാവരും പറയും, അല്ലല്ലോ. അടുത്തത് ഇപ്പോൾ ഒരു 5ൻ്റെ വർഗ്ഗമാണ് ചോദിച്ചത്. 5ൻ്റെ വർഗ്ഗമാണ് നമുക്ക് വേണ്ടത് അല്ലേ. 5 ഗുണിക്കണം 5 ആണ് 5ൻ്റെ വർഗ്ഗം. 5 ഗുണിക്കണം 5 എന്നാണ് കിട്ടുക. അത് 25 ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഇവിടത്തേക്ക് വന്നാൽ ഇതാ 0.333ൻ്റെ വർഗ്ഗമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 0.333 ഗുണിക്കണം 0.333 നമുക്ക് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല തന്നിട്ടുള്ളത്. ഇവിടെ എക്സെട്ര ഇതാ ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംഖ്യകൾ കാണുമ്പോൾ ഇത് ശരിക്കും വരുന്നത് നമ്മൾ 9ാം ക്ലാസ്സിലുള്ള SCR ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിലെ മാത്സിൽ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞൊരു പാഠഭാഗം അവർ പഠിക്കുന്നുണ്ട്. അതിൽ വരുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാമൊന്നും പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരേ സംഖ്യ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഉദാഹരണത്തിന് 0.333 ഇതന്നെ ഇങ്ങനെ ആവർത്തിച്ച് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. 3 ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതൊരു ഭിന്നസംഖ്യയാണ്. അതിൻ്റെ അംശത്തിൽ 3 എന്ന് വരും, ഛേദത്തിൽ 9 നിങ്ങൾ കൊടുക്കുക. 3/9ൻ്റെ ദശാംശ രൂപമാണ് ശരിക്കും ഈ 0.33333 എന്ന് പറയുന്ന സാധനം വരിക. സിമ്പിളല്ലേ, എളുപ്പമല്ലേ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ, 0.222 എക്സെട്ര, അതായത് 2 ആവർത്തിച്ച് പോകുന്നതാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഒരു പണിയില്ല, സിമ്പിളായിട്ട് കിട്ടും. നോക്കിക്കോ, ഇവിടെ എന്താണോ ആവർത്തിക്കുന്നത് നിങ്ങൾ നോക്കുക. 2 ആവർത്തിച്ച് പോകുന്നത്. അപ്പോൾ 2 മേലെ എഴുതുക, തൊട്ട് താഴെ 9 എഴുതുക. ആവർത്തനം കണ്ട താഴെ 9 വരിക. ഓക്കെ, 2/9 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോ. 0.111 എക്സെട്ര 1 ആവർത്തിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരത്തിലായിരിക്കും. ഇനി പറയാൻ പറ്റും, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. എന്താണ് ആവർത്തിക്കുന്ന ഏതാണ് അതങ്ങ് എടുത്ത് എഴുതുക, താഴെ എന്ത് ചെയ്യുക, 9 കൊടുക്കുക. 1/9 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ അടുത്ത് നിങ്ങളെല്ലാവരും പറയുന്നത് 0. ഞാൻ എഴുതുന്നത് 8 ഇങ്ങനെ കണ്ടിന്യൂസ് 2 3 എന്നല്ല അങ്ങ് പോവുകയെന്ന് എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആവർത്തിക്കുന്ന സംഖ്യ ഏതാണ് നോക്കുക, അത് 8 ആണ്. അതിൻ്റെ താഴെ എന്ത് ചെയ്യുക, 9 എഴുതുക. 8/9. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? റെഡിയാണോ? നേരെ തിരിച്ചിട്ടായാലും നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ നോക്കിയേ, 1/9 എന്ന് കണ്ടാൽ അപ്പം മനസ്സിലാക്കുക അതിൻ്റെ ഉത്തരം എന്താ, 0.11111 ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്നതാണ്. 8/9 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 8 ആണ്. ഈ മേലെ കാണുന്ന സാധനമാണ് ആവർത്തിച്ച് പോകുക അംശത്തിലുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.88888 അതിങ്ങനെ പോകുന്ന അർത്ഥം. 3/9 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ കാണുന്ന തന്നെയാണ് 0.333 ഇവിടെ വന്നല്ലോ 0.222 ആണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ദശാംശ രൂപം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, ഇനി നമുക്ക് തന്ന ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. 0.333 എക്സെട്ര അതിൻ്റെ സ്ക്വയറാണ് ചോദിച്ചത്. അതൊരിക്കലും നമുക്ക് ഇതൊന്നും പോലെ ഗുണിച്ചിട്ടൊന്നും എഴുതാൻ വേണ്ടി പറ്റില്ല, കാരണം അത് എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ തന്നിരിക്കുന്ന 0.333 എക്സെട്ര എന്ന് പറയുന്നതിൻ്റെ വില നമ്മളിപ്പോൾ പഠിച്ചു. എത്രയാണ് വരിക? 0.333 എക്സെട്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/9 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്, 3/9. ഇനിയിപ്പോൾ അതിൻ്റെ വർഗ്ഗമാണ് വേണ്ടതെങ്കിലോ അവിടെ ചോദ്യത്തിൽ തന്ന പോലെ ആ 0.333 എക്സെട്ര എന്നാണ് വരിക. ഒരു മിനിറ്റ്, സോറി. ഓക്കെ, ആ എക്സെട്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വർഗ്ഗമാണ് നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ വർഗ്ഗമാണ് വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, 3/9 എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ വർഗ്ഗം നിങ്ങൾ എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടി. ഇനി ഇതിൻ്റെ ഒരു പണിയില്ല. നോക്കി, ഇത് 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ 3/9ൻ്റെ കംപ്ലീറ്റ് വർഗ്ഗം നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ 3/9 ചെറുതാക്കിയിട്ട് അതിൻ്റെ വർഗ്ഗം എടുത്താലും മതി. ഓക്കെ, അപ്പോൾ 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ 3/9 ചെറുതാക്കിയിട്ട് അതിൻ്റെ വർഗ്ഗം നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വർഗ്ഗം എടുത്ത് നിങ്ങൾക്ക് ചെറുതാക്കിയാലും മതി. അതിനോട് ട്രിക്ക് ഞാൻ പറഞ്ഞാൽ നോക്കിയേ, 3ഉം 9 നിങ്ങൾ നോക്കിയതാ. ഈ ഒരു ഭിന്നസംഖ്യ എടുത്താൽ അംശത്തിൽ 3 ആണ് വരുന്നത്, ഛേദത്തിൽ 9 ആണ് വരുന്നത് അല്ലേ.
ഈ 3ഉം 9ഉം ഇതൊക്കെ നിങ്ങൾക്കറിയാം, എല്ലാത്തിനെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റും ആണല്ലോ. ഇതാ ഒന്നുമില്ല, ആ 3/9 നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമല്ലോ. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 3ൽ എത്ര 3 ഉണ്ടെന്നാണ് ഒരെണ്ണം അല്ലേ. 9നെ 3 കൊണ്ട് ഹരിച്ചാലോ? 9നെ 3 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം 9ൽ 3 എന്ന് പറയുന്നത് 3 തവണയുണ്ട്. എന്ന് വെച്ചാൽ 3/9 പകരം 1/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഇവിടെ എഴുതാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. 3/9 പകരം ഞാൻ 1/3 എന്ന് എഴുതി, എന്നിട്ട് ഇതാ ഹോൾ സ്ക്വയർ എന്ന് ഞാൻ കൊടുത്തു. ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി പണിയൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. 5 സ്ക്വയർ എന്ന് വെച്ചാൽ 5 ഗുണിക്കണം 5 ആണ്. 3 സ്ക്വയർ എന്ന് വെച്ചാൽ 3 ഗുണിക്കണം 3 ആണ്. 10 സ്ക്വയർ എന്ന് വെച്ചാൽ 10 ഗുണിക്കണം 10 ആണ്. അപ്പോൾ 1/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല, ഇതാ ഒന്നുമില്ല, 1/3 ഗുണിക്കണം 1/3 ആണ് ഇതിൻ്റെ ഉത്തരം. സംശയമൊന്നുമില്ലല്ലോ. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കാനുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്താണ്? അംശം തമ്മിൽ നിങ്ങൾ ഗുണിക്കുക, ഛേദവും തമ്മിൽ ഗുണിക്കുക, നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? അംശം എന്ന് വെച്ചാൽ 1 ഗുണിക്കണം 1 ആണ്, അത് 1 തന്നെയാണ് വരിക. ഛേദം എന്ന് വെച്ചാൽ 3 ഗുണിക്കണം 3 ആണ്, അതെന്ത് വരിക? 3 ഗുണിക്കണം 3 9. 1/9 ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് വന്നാൽ അവിടെ ഇതാ ഒന്നും കാണാൻ കഴിയില്ല, കാരണം അവിടെയൊക്കെ ദശാംശ രൂപത്തിലാണ് നമുക്ക് ഉത്തരങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്കിപ്പോൾ കിട്ടിയ ഈ ഒരു 1/9 മറ്റേതെങ്കിലും രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കുക. അതാണല്ലോ നിങ്ങൾ പഠിച്ചത്. എന്താണ്? 1/9 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ നമുക്ക് കിട്ടിയാൽ അതിനെ ദശാംശത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? താഴെ 9 ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മുകളിലൊരു സാധനം ആവർത്തിച്ച് പോകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 0 പോയിൻറ്റ് മുകളിൽ 1 ആയതുകൊണ്ട് ഇതാ 1 1 1 എക്സെട്ര, ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നിങ്ങൾ നേരെ ഓപ്ഷനിലേക്ക് പോയി അതവിടെ കാണും. ഇതാ 0.11111 എക്സെട്ര. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്യാണ്ട് ഡയറക്റ്റ് നിങ്ങൾ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ 3/9 സ്ക്വയറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? 3/9 ഗുണിക്കണം 3/9. എപ്പോഴും ഭിന്നസംഖ്യയായിട്ട് കളിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറി നമ്മൾ ആദ്യം ചെയ്ത പോലെ സിമ്പിളാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടും. ഇതിപ്പം ചെയ്താൽ 3 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ എന്താ വരും? 9 വരും. താഴെയോ 9 ഗുണിക്കണം 9 എന്ന് വെച്ചാൽ 81 വരിക. 9/81 നമുക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടിലും ഒരുപോലെ എന്തെങ്കിലും സംഖ്യകൾ പോകുമെന്ന് നോക്കുക. 9 ആയാലും 81 ആയാലും 9ൻ്റെ ഗുണിതമല്ലേ ആണ്. അങ്ങനെ 9ൻ്റെ ഗുണിതം ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2നെ 9 കൊണ്ട് ഹരിക്കാം. 9ൽ 9 ഒരു തവണയാണ്, 81ൽ 9 തവണ. എന്നാലും ഇവിടെ ഉത്തരം കിട്ടുന്നത് എന്തിനാണ്? 1/9 തന്നെയാണ് കിട്ടുക. അതും എന്തിനാണ്? 1/9 എന്ന് വെച്ചാൽ 0.111 എക്സെട്ര. ഇനി ഞാൻ വെറുതെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നോക്കാൻ വേണ്ടി ചോദിക്കുവാണ്. 1/10 പിന്നെ 1/5 എങ്ങനെ എഴുതാം? സോറി 1/5 അല്ല, സോറി 5/9. 5/9 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 5/9 എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട. എന്താണ് ഇതാ 5/9 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. എന്ത് ചെയ്യുക? താഴെ 9 ആണെങ്കിൽ ഈ മേലിൽ സാധനം ആവർത്തിക്കുന്നു എന്ന് വെച്ചാൽ 0.5555 എക്സെട്ര. ഇതാണ് ഉത്തരം. ക്ലിയർ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു ടോപ്പിക്ക് കുറച്ച് ടഫ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതാ 3 ഗുണിക്കണം 0.3 ഗുണിക്കണം 0.03 ഗുണിക്കണം 0.003 ഗുണിക്കണം 30. ഇതിൻ്റെ ഉത്തരം എത്രയാണ് വരുമെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് പറഞ്ഞത്? 3 ഗുണിക്കണം 0.3 ഗുണിക്കണം 0.03 ഗുണിക്കണം 0.003 ഗുണിക്കണം 30. ആൻസർ എത്രയാണെന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ദശാംശ സ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സംഖ്യകൾ മാത്രം ഗുണിച്ചിട്ട് ഉത്തരം എഴുതുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക? ദശാംശ സ്ഥാനങ്ങൾ എത്രയാണെന്നോ അത് കൊടുക്കുക അല്ലേ. അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യുന്ന കാര്യത്തിൽ ഇതിൻ്റെയൊക്കെ ദശാംശ സ്ഥാനങ്ങളെല്ലാം ഒഴിവാക്കുക. അപ്പോൾ എന്തൊക്കെ വരിക? ആദ്യത്തിൽ ഒന്നും ഒഴിവാക്കാനില്ല. അപ്പോൾ 3 അതുപോലെ നിങ്ങൾ എഴുതുക. 3 ഗുണിക്കണം. രണ്ടാമത്തിലേക്ക് വന്ന 0.3 ആണ്. ആ പോയിൻ്റൊക്കെ ഞാൻ ഒഴിവാക്കി, അപ്പോൾ അവിടെയും ഒരു 3 ആണ് ഗുണിക്കണം. ഇതിലേക്ക് വന്നാൽ ഞാൻ വീണ്ടും പോയിൻ്റൊക്കെ ഒഴിവാക്കി, അവിടെ 3 മാത്രമേ ഉള്ളൂ. ഞാൻ 3 എന്ന് എഴുതി ഗുണിക്കണം. ഇനി അടുത്തേക്ക് വന്നത് ആ 0.003 ആണ്. അവിടെയും 3 തന്നെയാണ് ഉള്ളത്, ഗുണിക്കണം. ലാസ്റ്റൊക്കെ വന്നാലോ ഇവിടെ 30 ആണുള്ളത് അല്ലേ. ഇതാണ് നമ്മുടെ ഗുണിക്കേണ്ട സംഖ്യകളൊക്കെ നമ്മളിങ്ങനെ അടുപ്പിച്ചിട്ട് എടുത്തങ്ങ് എഴുതി. അതേ സമയത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ ടോട്ടൽ ദശാംശ സ്ഥാനങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണല്ലോ, ഇതാ ഇവിടെ 0.3 എന്ന് വെച്ചാൽ ഇവിടെ എത്ര? ഒറ്റൊരു ദശാംശമുണ്ട്. ഇവിടെയോ 0.03 2 സ്ഥാനങ്ങളുണ്ട് അല്ലേ. ഇതിലേക്ക് വന്നാലോ 1 2 3 സ്ഥാനമുണ്ട്. ഇവിടെ സ്ഥാനങ്ങളൊന്നുമില്ല, ആദ്യത്തേലും ദശാംശമില്ല. അപ്പോൾ ടോട്ടൽ ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3, ടോട്ടൽ 3 2 5 1 6 ദശാംശ സ്ഥാനങ്ങളാണ് ആകെ ഉള്ളത് അല്ലേ. ആ 6 സ്ഥാനം നമ്മൾ ഉത്തരത്തിൽ കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇതൊക്കെ ഒന്ന് കൃത്യമായി ഗുണിക്കുക, അതിൻ്റെ കിട്ടുന്ന ഉത്തരത്തിൽ ദശാംശ സ്ഥാനം കൊടുത്താൽ മതി. ഇതാ ഇത് ഗുണിക്കാൻ വളരെ എളുപ്പമാണ്. 3 ഗുണിക്കണം 3 നിങ്ങൾക്കറിയാം എന്താ എഴുതുക? 3 ഗുണിക്കണം 3 ഗുണിച്ചാൽ നിങ്ങൾക്ക് 9 എന്നാണ് കിട്ടുക അല്ലേ. 9 എന്നാണ് കിട്ടുക. ഓക്കെ, അടുത്ത 3 കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? 9 ആണ് കിട്ടുക. ഇവിടെ ഒരു 30 ഉണ്ട് എന്ന് വെച്ചാൽ ഇതിനെല്ലാം പകരം ഇങ്ങനെ ഗുണിച്ചാലും മതി. ഈ 9നെയും 30നെയും ഗുണിച്ചാൽ മതി. അപ്പോൾ 81 ഗുണിക്കണം 30 ആണ് വരിക. 81 ഗുണിക്കണം 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, വളരെ എളുപ്പത്തിൽ കിട്ടും. എത്ര കിട്ടുക? ആ 0 കൊണ്ട് മാറ്റി വെച്ചാൽ
3നെ 1 കൊണ്ട് ഗുണിച്ചാൽ 3 വരും, 8നെ 3 കൊണ്ട് ഗുണിച്ചാൽ 24 വരും, അവസാനം 0 ചേർക്കുക. 2430 ആണ് 81നെ 30 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുക. ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതാ നേരിട്ട് ഓരോന്നായിട്ട് ഗുണിക്കുക. 3 ഗുണിക്കണം 3 9, ആ 9നെ 3 കൊണ്ട് ഗുണിച്ചാൽ 27, 27നെ 3 കൊണ്ട് ഗുണിച്ചാൽ 81, 81നെ 30 കൊണ്ട് ഗുണിച്ചാൽ ഈ പറഞ്ഞ 2430 ആണ് വരിക. അപ്പോൾ നമ്മൾ ഉത്തരം കിട്ടി 2430 ആണ് വരിക. ഓപ്ഷൻ നോക്കിയാൽ എല്ലാം ആ പറഞ്ഞ 3 അക്കങ്ങളും അതിലുണ്ട്, എന്തൊക്കെയോ സ്ഥാനങ്ങളുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ഇത് ഗുണിച്ചപ്പോഴാണ് 2430 കിട്ടിയത്. പക്ഷേ നമുക്ക് വേണ്ട എന്താ 0.2 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, കിട്ടിയ ഉത്തരത്തിന് ഇത്രയും ദശാംശ സ്ഥാനങ്ങൾ നമ്മൾ ഇടണം. 6 സ്ഥാനങ്ങളാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ടോട്ടൽ 1 2 3 4 സ്ഥാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ 6 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്താൽ മതി, 4 ഇവിടെ ഉണ്ട്, നമുക്ക് 6 എണ്ണം വേണം, 6 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 5ാമത്തതിന് ഒരു 0 ചേർത്തു, 6ാമത്തേന് ഒരു 0 ചേർക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടുക, എല്ലാ സ്ഥാനങ്ങളും കറക്റ്റായി. 1 2 3 4 5 6 എന്നിട്ട് നിങ്ങളൊരു ദശാംശം കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഉത്തരം 0.024330. അന്നേ പറഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞ് ദശാംശം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം 0 ആണെങ്കിൽ അതിന് വിലയൊന്നുമില്ല, എഴുതാൻ നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം, 0.00243. ഇതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഉണ്ട് നോക്കിയേ, 0.00243. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതും അതുപോലെ തന്നെയാണ്. 10 കൂട്ടണം 1/10 കൂട്ടണം 1/100 കൂട്ടണം 1/1000. ഇതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും ദശാംശ രൂപത്തിലേക്ക് മാറ്റി വന്നിട്ട് എല്ലാം കൂടി ഇട്ട് കൂട്ടിയാൽ മാത്രം മതി. ഓക്കെ, നോക്കാം നമുക്ക്. 10 എന്ന് വെച്ചാൽ 10 തന്നെയാണ്, അതിൽ മാറ്റം വരുത്താനൊന്നുമില്ല. എന്നാൽ 1/10 നിങ്ങളെല്ലാവരും നോക്കിയതാണ്. 1/10 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റാൻ പറ്റുമോ നോക്കണം. 1/10 എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കിയേ. 1/10, കാരണം ഓപ്ഷൻ എല്ലാം ദശാംശ രൂപത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയതിനും ഓരോന്നിനും ദശാംശ രൂപത്തിലേക്ക് മാറ്റിയാൽ മതി. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസൊക്കെ ഗുണിക്കാൻ പോയാൽ ഒരുപാട് സമയം ഗുണിച്ച് സമയം പോകും. ഏറ്റവും നല്ലത് ഇതിൽ തന്ന ഓരോ ഭിന്നസംഖ്യയും നിങ്ങൾ എന്ത് ചെയ്യുക, ദശാംശ സംഖ്യയിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിലെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി, ഉത്തരം കിട്ടും. ഓക്കെ, വളരെ എളുപ്പമാണ്, ഒരു പണിയില്ല, സിമ്പിളായിട്ട് കിട്ടും. ഇതാ നോക്കിക്കോ, 1/10 എന്ന് പറയുന്ന ആദ്യത്തെ ഈ ഒരു സാധനത്തിൽ നമ്മൾ ദശാംശമാക്കാൻ പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയോ, ഏത് നമ്പറിൻ്റെയും ഏത് സംഖ്യയുടെയും ന്യൂമറേറ്റർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, അത് മൈൻഡ് ചെയ്യേണ്ട. ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഛേദത്തിൻ്റെ ഭാഗത്ത് 10 അല്ലെങ്കിൽ 10ൻ്റെ കൃതികളോ ആണെങ്കിൽ, അതായത് 10 100 1000 10000 ലക്ഷം ആ രീതിയിൽ. ഓക്കെ, 10 അല്ലെങ്കിൽ 10ൻ്റെ കൃതികളോ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അതിൻ്റെ ദശാംശത്തിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ്. ഒരു ഭിന്നസംഖ്യയുടെ ഛേദത്തിൻ്റെ ഭാഗത്ത് 10 അല്ലെങ്കിൽ 10ൻ്റെ കൃതികളായിട്ടുള്ള ഏതെങ്കിലും നമ്പറാണ് തരുന്നതെങ്കിൽ അതിന് ദശാംശത്തിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ്. ഒന്നും നോക്കണ്ട, നിങ്ങൾ ഛേദത്തിലുള്ള നമ്പർ ആദ്യം ഇങ്ങോട്ട് എഴുതുക. 1 എഴുതി, ഛേദത്തിൽ 1 ആയതുകൊണ്ട് 1 ഞാൻ എഴുതി. ഇനി നിങ്ങൾ നോക്കണ്ട, താഴെ 1ന് ശേഷം എത്ര 0 ഉണ്ട് നോക്കുക ഛേദത്തിൽ, ഡിനോമിനേറ്റർ. അപ്പോൾ 1ന് ശേഷം ഇവിടെ ഒരു 0 മാത്രമേ ഉള്ളൂ. ഒരു 0 ആണെങ്കിൽ ഒരു സ്ഥാനം വിട്ട് പോയിന്റ് കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്താണ് നമ്മുടെ ഉത്തരം 0.1 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 1/10 ദശാംശത്തിലേക്ക് മാറ്റി നമുക്ക് കിട്ടുന്നത് 0.1 ആണ്. ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. 1/10 മാറ്റേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അംശം അതുപോലെ 1 എഴുതുക. തൊട്ട് താഴെ 10ൻ്റെ ഏത് കൃതിയാണെന്ന് നോക്കുക. അതായത് 10 ആണോ 100 ആണോ 1000 ആണോ 10000 ആണോ നോക്കുക. ഇവിടെ 10 ആണ്, 1ന് ശേഷം ഒരു 0 മാത്രമേ ഉള്ളൂ അല്ലേ. 1ന് ശേഷം ഒരു 0 ആണെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ ഇതാ ഈ ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1ന് ശേഷം ഒരു പോയിന്റ് കൊടുക്കുക. ഒറ്റൊരു സ്ഥാനം മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ 0.1 ആണ് ആൻസർ. അത് കിട്ടി. രണ്ടാമത്തെ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അടുത്തത് 1/100 ആണ്. ഇതെങ്ങനെ മറ്റെഴുതാം, ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെയിം തന്നെയാണ്. താഴെ 10 10ൻ്റെ കൃതിയോ, ഇത് 10ൻ്റെ കൃതിയായിട്ടുള്ള 100 ആണല്ലോ. 10ൻ്റെ കൃതി വെച്ചാൽ 10 ഗുണിക്കണം 10, 10ൻ്റെ വർഗ്ഗമാണ് 100. ഓക്കെ, അതുകൊണ്ട് അതിൽ കൺഫ്യൂഷൻ ഒന്നും വരില്ല. അപ്പോൾ നോക്കിയാൽ ശരിക്കെല്ലാവരും നോക്കിക്കോ, 1/10. 1/10 നമുക്ക് എങ്ങനെ എഴുതാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. എല്ലാവരും നോക്കിയതാ, ഞാൻ അംശം അതുപോലെ ഇങ്ങോട്ട് എഴുതി, 1 എഴുതി. തൊട്ട് താഴെ 1ന് ശേഷം എത്ര 0 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. 1ന് ശേഷം 2 0 ഉള്ളത്. 2 0 ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സംശയം വേണ്ട, 2 സ്ഥാനം വിട്ടിട്ട് വേണം ദശാംശം കൊടുക്കാൻ. 2 സ്ഥാനം കൊടുക്കാൻ എന്താ, നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് കൊടുക്കേണ്ടത് അല്ലേ, ഇങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. ഒരു സ്ഥാനം അവിടെ ഉണ്ട്, 1 ഉണ്ട്, രണ്ടാമത്തെ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 0 ചേർക്കുക. അപ്പോൾ 2 സ്ഥാനമായി. അത് കഴിഞ്ഞിട്ട് ദശാംശം കൊടുക്കണമെന്ന് വെച്ചാൽ ഇതാ 0.01 കറക്റ്റായിട്ടുള്ള ആൻസർ. 1/100 എന്ന് വെച്ചാൽ 0.01 ആണ്. ഇനി അവസാനമായിട്ട് നമ്മൾ ഏതിലേക്ക് വരുന്നു, 1/1000 വരുവാണെങ്കിൽ ഇതാ ഇവിടെയുള്ള ഈ സാധനം 1/1000. അതിലെങ്ങനെ മാറ്റേണ്ടത് നിങ്ങളെല്ലാവരും ഒന്ന് മാറ്റി നോക്കിയിട്ട് പറഞ്ഞു തന്നെ. 1/1000 എപ്പോഴും പറയുന്ന പോലെ 1 ഞാൻ എഴുതി, 1 നമ്മൾ എഴുതി, അംശം അതുപോലെ എഴുതി. ഛേദത്തിൽ 1ന് ശേഷം എത്ര 0 ഉണ്ട് നിങ്ങൾ എണ്ണി നോക്കുക. അതായത് 10ൻ്റെ ഏത് കൃതിയാണെന്നാണ് ഇവിടെ നോക്കേണ്ടത്. 1ന് ശേഷം ഇവിടെ നോക്കിയാൽ 1 2 3 3 പൂജ്യങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ എന്ത് ചെയ്യണം, 3 സ്ഥാനങ്ങൾ വിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ദശാംശം കൊടുക്കാൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 3 സ്ഥാനം വിട്ടിട്ട് വേണം ദശാംശം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ 3 പൂജ്യമാണുള്ളത്, അതുകൊണ്ട് 3 സ്ഥാനം വിട്ടിട്ട് ദശാംശം കൊടുക്കണം. ഒരു സ്ഥാനം ഇവിടെ ഉണ്ട്, രണ്ടാമത് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 0 ചേർത്തു.
മൂന്നാമത്തേന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 0 ചേർത്താം. 3 സ്ഥാനം വിട്ടിട്ടേ കൊടുക്കേണ്ടത്, 3 സ്ഥാനങ്ങളായി. അത് വിട്ടിട്ട് പോയിന്റ് കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 0.001 1/1000 എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ 1/10,000 ആണെങ്കിലോ ഇവിടെ ഒരു 0 കൂടി ചേരും, 0.0001 മാറും. ആ രീതിയിൽ അത് മാറും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഉത്തരം എഴുതാൻ ഒരു പണിയില്ലതാ. ഇതിനെല്ലാം സ്ഥാനത്ത് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഉത്തരങ്ങൾ കൊടുത്താൽ മതി. കൂട്ടാൻ പോവേന്നേ 10 കൂട്ടണം. ആദ്യത്തെ 10 കൂട്ടി. 1/10 പകരം 0.1 ഇതാ 0.1 കൂട്ടി. 1/100 പകരം 0.01 0.01 കൂട്ടി. അവസാനമായിട്ട് 1/1000 പകരം 0.001. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് മാത്രം എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ താഴെ എഴുതി നോക്കാം. കാരണം വെറുതെ തെറ്റെഴുതി കളയാൻ പാടില്ല. എഴുതി നോക്കുക. ഇതാ 10 ഞാൻ അങ്ങനെ എഴുതി കൂട്ടണം. അടുത്ത 0.1 പോയിന്റ് എപ്പോഴും ഒരുപോലെ വേണം. ഇവിടെ 10 പോയിൻ്റൊന്നും ഇല്ല, വേണമെങ്കിൽ 10.0 എന്നൊക്കെ നമുക്ക് എഴുതാം. പോയിന്റിന് ശേഷമുള്ള 0ത്തിന് വിലയൊന്നുമില്ല. അടുത്തത് 0.1. സോ ഇതാ ഞാൻ പോയിന്റ് നേരെ വരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പോൾ ഇതാ 0.1 എന്ന് എഴുതി. രണ്ടാമത്തത് 0.01. ഓക്കെ, അപ്പോൾ നോക്കിയേ 0 പോയിന്റ് നേരെ എഴുതി, 0.1 ആയതുകൊണ്ട് 0.1 എന്ന് ഞാൻ എഴുതി. ഇനി ലാസ്റ്റ് കാണുന്നത് 0.001. അപ്പോൾ ഇതാ 0 പോയിന്റ് ഞാൻ നേരെ എഴുതി. അടുത്തത് 0.01. ഇതാണ് നമ്മുടെ കൂട്ടാനുള്ള പരിപാടി. ഇതിനെല്ലാം കൂടെ കൂട്ടുക. ഇവിടെ 1 മാത്രമേ ഉള്ളൂ, അതിൻ്റെ മേലൊന്നും വേറെ സംഖ്യകളില്ലാത്തതുകൊണ്ട് 1 എഴുതി. അടുത്തതിലും 0 കൂട്ടണം, 1 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ 1 മൂന്നാമത്തേലും 1 തന്നെയാണ് എഴുതി. ഇനിതാ നിങ്ങൾ 0കളിലും ചേർത്താൽ 0 വരും, ഇവിടെ 1 ചേർത്താൽ 1 ആയി. 10.111 ഇവിടെ ഉത്തരമായിട്ട് കിട്ടും. ഓപ്ഷനിലേക്ക് വന്നാൽ മനസ്സിലാവും. ഇതാ 10.111. നമ്മൾ ഉത്തരം 10.111 കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ, 10.111. ഓക്കെ, ഇതാണ് ദശാംശ സംഖ്യയുടെ മറ്റൊരു പരിപാടി. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, താഴെ ഭാഗത്ത് 10 10ൻ്റെ കൃതിയാണെങ്കിൽ എന്ത് ചെയ്യുക, മുകളിൽ ഒന്നിന് ശേഷം എത്ര 0 താഴെയുണ്ടോ അത്രയും സ്ഥാനം വിട്ട് നിങ്ങൾ ദശാംശം കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 135ൻ്റെ വർഗ്ഗം 18,225 ആയാൽ 0.135ൻ്റെ വർഗ്ഗം എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചത്. 135ൻ്റെ വർഗ്ഗം ഇവിടെ തന്നിട്ടുണ്ട്. 0.135ൻ്റെ വർഗ്ഗമാണ് നിങ്ങൾ എഴുതേണ്ടത്. ശരിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, 135ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 135ൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ എന്താണ്, 135ൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ 135 ഗുണിക്കണം 135 ആണല്ലോ വരിക, അല്ലേ? ഇതാണല്ലോ വർഗ്ഗം. അതാണ് ശരിക്കും 18,225 എന്ന് പറയുന്ന സാധനം. സംശയമില്ലല്ലോ, 18,225 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 0.135ൻ്റെ വർഗ്ഗമാണ്. 0.135ൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ എന്താ വരിക, 0.135 ഗുണിക്കണം എന്ത് വരും, 0.135. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ ഒരിക്കലും ഗുണിക്കാനൊന്നും പോയിട്ട് സമയം കളയാൻ പാടില്ല. ചില ആളുകൾ ചിലപ്പോൾ അത് അറിയാതെ ശ്രദ്ധിക്കാതെ അത് ഗുണിക്കാനൊക്കെ പോകും. ഇതാ എല്ലാവരും നോക്കിയേ, 135ൻ്റെ വർഗ്ഗം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 0.135 എന്ന് വെച്ചാൽ എന്താണ്, ഒരു ദശാംശം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ പറഞ്ഞാലും തന്നെ ഈ ദശാംശ സ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സംഖ്യകൾ മാത്രം എഴുതിയിട്ട് ഗുണിച്ചിട്ട് അവസാനത്തെ ഉത്തരത്തിലാണ് ദശാംശം കൊടുക്കാറ്, അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു പണിയില്ല, നോക്കിക്കോ. 135 ഗുണിക്കണം 135 18,225 ആണ്. നമ്മളിവിടുത്തെ ദശാംശങ്ങളൊക്കെ ഒഴിവാക്കാൻ പോയി. ദശാംശമൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ സംഖ്യകൾ മാത്രമൊക്കെ എഴുതിയതാണ്. ഒന്നാമത്തെ ഞാൻ 135 എന്ന് എഴുതി, ഗുണിക്കണം രണ്ടാമത്തെ 135 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് നിങ്ങൾ നോക്കണം, നമുക്കത് ആവശ്യം വരും. നോക്കിയേ, ഇവിടെ പോയിന്റിന് ശേഷം 1 2 3 3 സ്ഥാനങ്ങളാണ്. ഇവിടെയും പോയിന്റിന് ശേഷം 3 സ്ഥാനങ്ങളുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൽ 3 ടോട്ടൽ 6 സ്ഥാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വിട്ടിട്ട് വേണം ദശാംശം കൊടുക്കാൻ. ബാക്കിയൊക്കെ നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെയാണ്. ഇതാ അതിന് നിങ്ങൾ പോയിട്ട് സൈഡിൽ 135 ഗുണിക്കണം 135 എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഇവിടെ നമുക്ക് തന്ന ഉത്തരം. 135 വർഗ്ഗമാണ് 18,225. ഞാനിത് കൊടുത്തു, 18,225 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ദശാംശ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ മതി. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. 3 3 9 6 വരിക. 6 സ്ഥാനം വിട്ടിട്ട് പോയിന്റ് കൊടുത്താൽ മതി. ഇതാ 1 2 3 4 5 5 സ്ഥാനങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. 6ാമത്തെ ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ 0 ചേർത്തു. ഇനി എന്ത് ചെയ്യുക, ഒരു ദശാംശം കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം 0.0182225. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 0.0182225 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ചില ആൾ വിചാരിക്കും ഇവിടെ ആദ്യം കാണുന്ന 0 ഈ രണ്ടാമത് 0 പോയിന്റ് കഴിഞ്ഞുകൊണ്ടുള്ള 0 കളഞ്ഞൂടെ എന്നൊക്കെ തോന്നും. ഒരിക്കലും കളയാൻ പാടില്ല, കളഞ്ഞാൽ ഉത്തരം തെറ്റാണ്. അങ്ങനെ നമ്മൾ 0 കളഞ്ഞ വെച്ചാൽ ദശാംശം എല്ലാം കഴിഞ്ഞ് സംഖ്യകളൊക്കെ എഴുതി ഏറ്റവും അവസാനം 0 ഉണ്ടെങ്കിൽ അതിനെ കളയാം. ഉദാഹരണത്തിന് ഈ സംഖ്യയുടെ ഏറ്റവും അവസാനം ഒരു 0 ഉണ്ടെങ്കിൽ അതിന് വിലയൊന്നുമില്ല, കാരണം ദശാംശത്തിന് ശേഷം കാണുന്ന ഏറ്റവും അവസാനം കാണുന്നതാണ്. അതിന് നമുക്ക് വെട്ടിക്കളയാം, ഒരു പണിയുമില്ല. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ചെയ്ത അതേ മോഡൽ മറ്റൊരു ക്വസ്റ്റ്യനാണ്. റൂട്ട് ഓഫ് 1296 36 ആയാൽ റൂട്ട് ഓഫ് 12.96 കൂട്ടണം റൂട്ട് ഓഫ് 0.1296 കൂട്ടണം റൂട്ട് ഓഫ് 0.001296 എത്ര എന്നാണ് ചോദിച്ചത്. ഇത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് തന്നെയാണ്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താ,
നമ്മൾ ഏത് രണ്ട് ദശാംശ സംഖ്യകളുടെ വർഗ്ഗം എടുത്താലും ഉത്തരത്തിന് എന്ത് ചെയ്യണം, അത്രയും എണ്ണം നമ്മൾ ദശാംശ സ്ഥാനങ്ങൾ കൊടുക്കണം അല്ലേ. ദശാംശ സംഖ്യകളുടെ വർഗ്ഗം എടുക്കുമ്പോൾ അത് നമ്മൾ കൊടുക്കണം. ക്ലിയർ അല്ലേ? എന്നാൽ നേരെ തിരിച്ചിട്ട് ദശാംശ സംഖ്യകളെ കൂട്ടിയാൽ ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? വർഗ്ഗം എടുത്താൽ ഇപ്പം നിങ്ങൾ ആ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ദശാംശ സംഖ്യകളുടെ വർഗ്ഗം എടുക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 3 എണ്ണമാണ്, ഇവിടെ 3 എണ്ണമാണ്, 3 സ്ഥാനങ്ങളുള്ളത്. അപ്പോൾ ഉത്തരത്തിൽ നമ്മൾ 6 സ്ഥാനം വിട്ടിട്ടാണ് നമ്മൾ ദശാംശം കൊടുത്തത് അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ 3 അല്ല 4 ആണെങ്കിലോ 2 4 വീതമാണെങ്കിലോ 4 4 8 സ്ഥാനം വിട്ടിട്ട് അതിൻ്റെ ഇരട്ടി വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. എന്നാൽ നേരെ തിരിച്ചിട്ട് ഇതിൻ്റെ വർഗ്ഗമൂലം എടുക്കാൻ പറഞ്ഞാലോ 0.018225 വർഗ്ഗമൂലം എടുക്കണം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ചോദ്യത്തിൽ ചിലപ്പോൾ ഇങ്ങനെ തരും 8225 വർഗ്ഗമൂലം സമം ഇത്രയാണെങ്കിൽ ഇതിൻ്റെ വർഗ്ഗമൂലം എത്ര എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, ഇവിടെ എത്രയാണോ വർഗ്ഗമൂലം കിട്ടുന്നത് അതിൽ ഇവിടുത്തെ ദശാംശ സ്ഥാനങ്ങൾ എത്രയുണ്ടോ അതിൻ്റെ നേരെ പകുതി സ്ഥാനം ഇവിടെ കൊടുത്താൽ മതി. വർഗ്ഗമൂലം എടുക്കുമ്പോൾ പകുതി സ്ഥാനം കൊടുക്കുക, വർഗ്ഗം എടുക്കുമ്പോൾ ദശാംശം തന്ന എത്രയാണോ അതിൻ്റെ ഇരട്ടി കൊടുക്കണം. അങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. 1296 എന്ന് പറഞ്ഞാൽ 36 തന്നിട്ടുണ്ട്. ഓക്കെ, 1296 വർഗ്ഗമൂലം 36 ആണെങ്കിൽ മക്കളെല്ലാവരും പറയാം 12.96 വർഗ്ഗമൂലം എത്ര? 12.96 വർഗ്ഗമൂലം എത്ര എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, 1296 വർഗ്ഗമൂലം 36 ആണ്. അപ്പോൾ 12.96 ഒന്നുമില്ല, ഞാൻ പറഞ്ഞു വർഗ്ഗമൂലം എടുക്കുമ്പോൾ എത്രയാണോ ഇതിനുള്ളിലുള്ളത് അതിന് നേരെ പകുതിയായി മാറും. അപ്പോൾ ഒന്നും നോക്കണ്ട, 36 പകരം നമുക്ക് എന്ത് ചെയ്യാം 3.6 എന്ന് എഴുതാം അല്ലേ. നിങ്ങൾ ഇത് പൊത്തി വെക്ക്, 12.96 പൊത്തി വെക്ക്. 3.6 വർഗ്ഗം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 3.6 വർഗ്ഗം എന്ന് വെച്ചാൽ എന്തായാലും അങ്ങോട്ട് ഗുണിക്കണം അല്ലേ. അത് നമ്മൾ ചെയ്യുന്ന 36 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 1296 കിട്ടും. ഇനി എന്ത് ചെയ്യും? ഇവിടെ ഒരു ദശാംശമുണ്ട്, അടുത്ത 3.6 ഒരു ദശാംശമുണ്ട്, അങ്ങനെ 2 സ്ഥാനമുണ്ട്. സ്ഥാനം 2 എണ്ണം വിട്ടിട്ടാണ് നമ്മൾ പോയിന്റ് കൊടുക്കുക. 12.96 വരിക അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദശാംശ സംഖ്യകളുടെ വർഗ്ഗം എടുക്കുമ്പോൾ അവിടെ ദശാംശ സ്ഥാനം നേരെ ഡബിൾ ആവും. എന്നാൽ ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ എത്രയാണോ ഉണ്ടായത് ഇതിന് നേരെ പകുതി ദശാംശ സ്ഥാനമായിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ 12.96 എന്ന് വെച്ചാൽ ആ പോയിന്റിന് ശേഷം നോക്കിയേ 2 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരത്തിലെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനമേ വേണ്ടു, അതിൻ്റെ പകുതിയാണ്. അടുത്തത് ദശാംശം 0.1296 ഇതിൻ്റെ വർഗ്ഗമൂലം 1296 36 നമുക്കറിയാം. അപ്പോൾ ഇത് കിട്ടുന്നതൊക്കെ എന്തെങ്കിലും 33 6 വരുന്ന ഏതെങ്കിലും നമ്പർ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ എത്ര ഉണ്ട് നോക്കിയാൽ 1 2 4 സ്ഥാനങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ എത്ര ഉണ്ടാവണം? 2 സ്ഥാനം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, നേരെ പകുതി. അപ്പോൾ 2 സ്ഥാനം വെച്ചാൽ 1 2 ഇവിടെ ഉണ്ട്, അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ കൊടുക്കുക. അപ്പോൾ 0.36 ഇവിടുത്തെ ഉത്തരം വരിക. ഇനി അടുത്തത് നിങ്ങൾ അതേപോലെ പറയാൻ പറ്റും. നോക്കിയേ, റൂട്ട് ഓഫ് എത്രയുള്ളത്? 0.001296 ഇതാണ് നമ്പർ. ഇതിൻ്റെ വർഗ്ഗമൂലം എടുക്കാൻ പോയി നമ്മൾ എന്ത് ചെയ്യുക? നേരെ എണ്ണോ നിങ്ങൾ 1 2 3 4 5 6 എണ്ണം ഇവിടെ ഉള്ളത്. വർഗ്ഗമൂലം എടുക്കുമ്പോൾ നേരെ പകുതിയായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗമൂലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 36 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ 4 സ്ഥാനങ്ങൾ 2 4 6 3 സ്ഥാനങ്ങൾ വിട്ടിട്ട് വേണം നമ്മൾ പോയിന്റ് കൊടുക്കുക. 1 2 ഇവിടെ ഉണ്ട്, അപ്പോൾ മൂന്നാമത്തെ ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് കൊടുത്തു, എന്നിട്ട് ഒരു ദശാംശം കൊടുക്കുക. 0.036 ഇതാണ് ആൻസർ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ എല്ലാം കൂടെ കൂട്ടിയാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എല്ലാം കൂടെ കൂട്ടാൻ ഒരു പണിയില്ല, നമ്മൾ നേരത്തെ ചെയ്തതാണ്, കൂട്ടിയിട്ട് പഠിച്ചതാണ്. എന്ത് ചെയ്താൽ മതി? ഓരോന്നായിട്ട് എഴുതുക. 3.6 ഞാൻ എഴുതി കൂട്ടണം. അടുത്തത് 0.36 ആണ്. 0 പോയിൻ്റൊക്കെ നേരെ വരണേ. 3.6 എന്ന് എഴുതി. അടുത്ത 0.036 നേരെ എഴുതി 0.36 എല്ലാം കൂടെ കൂട്ടുക. ഇവിടെ 6-നൊപ്പം കൂട്ടാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ 6 തന്നെ എഴുതി. ഇവിടെ 6 3 9 ആണുള്ളത്. ഇവിടെ 6 3 9 തന്നെയാണ് ഉള്ളത്. ഇവിടെ കൂട്ടാൻ 3-നോട് ഒന്നുമില്ല, 3 തന്നെയാണ്. അപ്പോൾ 3.996 ആണ് നമ്മുടെ ഉത്തരം. അതിവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. ഓപ്ഷൻ എ ആണ് 3.996. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു നമ്പറിൻ്റെ വർഗ്ഗം ദശാംശ രൂപത്തിലാണ് തരുന്നെങ്കിൽ അതിൻ്റെ വർഗ്ഗമൂലം എടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ദശാംശം ഒഴിവാക്കിയ സംഖ്യയുടെ വർഗ്ഗമൂലം എത്രയാണോ ആ വർഗ്ഗമൂലം എഴുതിയതിന് ശേഷം ആദ്യം സംഖ്യയിൽ എത്ര സ്ഥാനങ്ങളുണ്ടോ അതിൻ്റെ നേരെ പകുതി സ്ഥാനം നിങ്ങളിവിടെ കൊടുത്താൽ മതി എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ചോദ്യം 0.27 ഇതിൻ്റെ മുകളിൽ ഒരു വര തന്നിട്ടുണ്ട്, ബാർ എന്ന് പറയും. ഓക്കെ, 27 ബാർ ആണ്. 0.27 ബാർ. അതിൻ്റെ ഭിന്നരൂപം എന്തെന്നാണ് ചോദിച്ചത്? ഭിന്നരൂപം ഏത് സംഖ്യയുടെ മേലെ ബാർ എന്ന് എഴുതിയതിൻ്റെ അർത്ഥം എന്ന് അറിയുക. അപ്പം ഞാൻ ഉദാഹരണത്തിന് 6ൻ്റെ ബാർ എന്ന് എഴുതിയതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ 0.6ൻ്റെ ബാർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഈ ബാറിൻ്റെ തൊട്ട് താഴെ സംഖ്യ അത് റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 0.6666666 ഇങ്ങനെ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ ഇതാ ഒരു 0.21ൻ്റെ ബാർ എന്ന് എഴുതി അതിൻ്റെ അർത്ഥം എന്താ? എത്രയാണോ ബാറുള്ളത് അത് അത്രയും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 1 എന്ന് പറഞ്ഞാണ് ഉള്ളതെങ്കിൽ ഇതാ 0.21 ഞാൻ എഴുതി. അപ്പോൾ ആ 2 1 റിപ്പീറ്റ് ചെയ്ത് പോകുന്നു, ആവർത്തിക്കുന്ന അർത്ഥം. അപ്പോൾ ഇതാ 2 1 2 1 2 1 2 1 ഇങ്ങനെ അത് പോകും.
ക്ലിയർ അല്ലേ? അപ്പോൾ ബാർ വന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഇനി നോക്കി നിങ്ങൾ 0.27ൻ്റെ ഭിന്നരൂപം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം 0.27ൻ്റെ ബാർ എത്രയാണെന്ന് ആദ്യം എഴുതി കൊടുക്കുക. എത്ര വരിക? മേലെ വര വരുന്നത് ഏതിനൊക്കെയാണോ അത് ആവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഇതാ 0.27272727 അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതെന്നാണ് അർത്ഥം. തൊട്ട് മുന്നത്തെ ഒരു ചോദ്യത്തിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇപ്പോൾ 0.333 എക്സെട്ര ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതും. ഇവിടെ ആവർത്തിച്ച് വരുന്ന സംഖ്യ ഏതാണോ അതെടുത്തിട്ട് അംശത്തിൽ എഴുതും. അതിൻ്റെ താഴെ ഒരു 9 എടുത്ത് ചേർത്ത് എഴുതും അല്ലേ? അതേ ടെക്നിക്കാണ് ഇവിടെയും നമ്മൾ എടുക്കുക. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. അതാണ് ഇവിടെ വരച്ച് വന്നത്. ആവർത്തിക്കുന്ന ഏതാണ്? 27. ആ 27 എടുത്ത് നിങ്ങൾ അംശത്തിൽ എഴുതുക. ഛേദത്തിലേക്ക് എഴുതുമ്പോൾ അംശത്തിൽ എത്ര അക്ക സംഖ്യയാണോ അത്രയും അക്കം 9 ചേർക്കുക. ഇവിടെ 2 അക്ക സംഖ്യയാണ് 27. അപ്പോൾ 2 9 ചേർത്തിട്ട് 99 എന്ന് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 27/99 ആണ്. അതിനൊന്ന് ചെറുതാക്കാൻ പറ്റും, കാരണം 2ഉം 9ൻ്റെ ഗുണിതങ്ങളാണ്. 27 എത്ര 9 പോവും? 3 തവണയാണ് അല്ലേ? 3 തവണയാണ്. തൊട്ട് താഴെ 99ലോ 2ലും ഓരോന്ന് വീതം. അപ്പം 3/11 ആണ് ഉത്തരം. ഇതാ ഓപ്ഷൻ സി ആണ് 3/11 എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കിട്ടിയല്ലോ. അപ്പോൾ ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ 0.35 ബാറാണ് നിങ്ങൾക്ക് തന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഈ 35 റിപ്പീറ്റ് ചെയ്യുന്നു. 0.35 അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതാം? ഭിന്ന രൂപത്തിലേക്ക് എഴുതാൻ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ഏതാണോ അതെടുത്തിട്ട് അംശത്തിൽ എഴുതുക. ഇവിടെ ഇപ്പോൾ 35 ആയതുകൊണ്ട് 35 എഴുതി താഴെ എന്ത് ചെയ്യണം? ഇവിടെ എത്ര അക്കൗണ്ടോ അത്രയും 9 ചേർക്കുക. 99. ഇവിടെ നമുക്ക് 3/11 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ? അതൊക്കെ വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. അടുത്തൊരു ചോദ്യം. ഒരു സംഖ്യയുടെ 12.45 കൂട്ടിയതിൽ നിന്ന് 8.75 കുറച്ചപ്പോൾ 7.34 കിട്ടി. ആദ്യത്തെ സംഖ്യ എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതോ ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യയോട് 12.45 കൂട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ കൂട്ടി കിട്ടിയ ഉത്തരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 8.75 വീണ്ടും കുറക്കുന്നു. അപ്പോൾ നമുക്ക് 7.34 പുതിയതായിട്ട് കിട്ടി. അപ്പോൾ ആ സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. മെൻ്റൽ കാൽക്കുലേഷൻ വഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് ഇങ്ങനെ വരാം. എങ്ങനെ വരാം? സംഖ്യ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സംഖ്യ എന്ന് പറയുന്നത് ഒരു എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു സംഖ്യയോട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുവാണേ. ഒരു സംഖ്യയോട് എന്ന് വെച്ചാൽ എക്സിനോട് എക്സ് 12.45 കൂട്ടിയതിൽ നിന്ന്, അപ്പോൾ എക്സിനോട് 12.45 ഞാൻ കൂട്ടണം അല്ലേ? ഒരു സംഖ്യയിൽ നിന്ന് സംഖ്യയോട് 12.45 കൂട്ടുന്നു. ഇതാ ഒരു സംഖ്യയായിട്ടുള്ള എക്സിനോട് 12.45 കൂട്ടുന്നു. അങ്ങനെ കൂട്ടിയതിൽ നിന്ന് 8.75 കുറച്ചപ്പോൾ ഇതാ 8.75 ഞാൻ ഈ സംഖ്യയിൽ നിന്ന് കുറക്കുന്നു. 8.75 കുറച്ചപ്പോൾ എത്ര ഉത്തരം കിട്ടി? 7.34 ഉത്തരം കിട്ടിയത്. ആദ്യത്തെ സംഖ്യ ഏത് എന്നാണ്, അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് ചോദിക്കുന്നതിന് പകരമാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. ആദ്യത്തെ സംഖ്യ ഏതാണ്? അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഈ സംഖ്യയിൽ നിന്നും അവിടെ 12.45 കൂട്ടി ആ കിട്ടിയതിൽ നിന്നും 8.75 കുറച്ചു. അപ്പോൾ 7.34 കിട്ടിയത്. രണ്ട് രീതി ചെയ്യാം. ഇവിടെ നോക്കിയേ, 12.45 കുറക്കണം 8.75 എന്നല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല വൃത്തി കുറക്കാമല്ലോ, ഒരു പണിയില്ലല്ലോ. അത് എത്ര കിട്ടും നോക്കുക. ഇതാ 12.45 ഇതാ 12.45 കുറക്കണം 8.75 എല്ലാ ദശാംശമൊക്കെ താഴെ ഒരുപാട് വന്നു. നമ്മൾ കുറക്കാൻ പോവുന്നത് നോക്കിക്കോ. 5 പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര വരിക? 10 വരിക അല്ലേ? 5 പോയി കഴിഞ്ഞാൽ എത്ര വരിക? 10 വരിക. അത് സംശയമൊന്നുമില്ലല്ലോ, ആർക്കും സംശയമൊന്നുമില്ല. 5 പോയി കഴിഞ്ഞാൽ 10 അല്ല, 5 പോയി കഴിഞ്ഞാൽ 0 വരും അല്ലേ? നെക്സ്റ്റ് 4 7 കുറക്കണം. 4 7 എന്തായാലും പോവില്ല. അപ്പോൾ നമ്മൾ ഒന്നിങ്ങോട്ട് എടുക്കും, കടമെടുക്കും അല്ലേ? അപ്പോൾ ഇവിടെ 14 ആകും. 14 7 പോയാൽ 7 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ 12 ഇനി ഇല്ല, പകരം 11 ഉള്ളൂ. 11 8 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 3.7 വരിക. പോയിൻറ്റിന് ശേഷം ഏറ്റവും ലാസ്റ്റ് 0 ഉണ്ടെങ്കിൽ അതിന് വരെയൊന്നുമില്ല. ഉത്തരം എത്ര? 3.7 തന്നെയാണ് ഉത്തരം വരിക. എന്ന് പറഞ്ഞാൽ 12.45 നമ്മൾ 8.75 കുറച്ചപ്പോൾ 3.70 അല്ലെങ്കിൽ 7 കിട്ടിയത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ ഇനി ഇങ്ങനെ എഴുതാം. എക്സ് കൂട്ടണം 3.7 കുറക്കണം 8.75 7.34. ഇനി നിങ്ങൾക്ക് വളരെ ഇവിടെ കുറക്കാനൊന്നുമില്ലല്ലോ, നമ്മളിത് കുറച്ച് കഴിഞ്ഞാണ്. ഒരു മിനിറ്റ്. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞതാണ്. കുറച്ചപ്പോൾ കിട്ടിയതാണ് 3.7. ക്ലിയർ? ഇതിൽ നിന്ന് ഇത് കുറച്ചപ്പോൾ കിട്ടിയതാണ് 3.7. അങ്ങനെ ആ 3.7 എന്ന് പറയുന്നത് 7.34 തുല്യമാണെന്നാണ് പറഞ്ഞത്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ 3.7 കൂട്ടിയപ്പോൾ നമുക്ക് വലിയൊരു സംഖ്യയായിട്ടുള്ള 7.34 കിട്ടി. അതായത് എൻ്റെ കയ്യിൽ എത്രയോ രൂപയുണ്ട്, ആ രൂപയോടൊപ്പം ഞാൻ 20 രൂപയും കൂടി കൂട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ അത് 100 രൂപയായി മാറിയെന്നാണ് പറയുന്നത്. 100 രൂപയായി. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉണ്ടായത് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ കയ്യിൽ എത്രയോ ഒരു പൈസയുണ്ട്, ആ പൈസയോടൊപ്പം ഇവിടെ എനിക്കറിയില്ല, ഞാൻ എക്സ് എന്ന് കൊടുത്തു. ആ പൈസയോടൊപ്പം 20 രൂപയും കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 100 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എത്രയായിരിക്കും? എളുപ്പത്തിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞ 80 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനൊരു പണിയില്ല.
ഇവിടെ കളഞ്ഞ് ഈ വലിയ നമ്പറിൽ നിന്ന് ഇവിടെ ബാക്കിയുള്ള ഈ ചെറിയ നമ്പർ കുറച്ചാൽ മതി, നമുക്ക് 80 എന്ന് കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഉത്തരം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു 3.7 ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ് സമം നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ, ഇവിടെയുള്ള ഈ വലിയ നമ്പറായ 7.34 നിന്നും ഈ ചെറിയ നമ്പറായ 3.70 അല്ലെങ്കിൽ 7 കുറച്ചാൽ മതി. അത് കുറക്കാൻ നിങ്ങൾക്ക് ഇനി പണിയൊന്നുമില്ല, നിങ്ങളെല്ലാവരും കുറക്കും. ഇതാ 7.34 കുറക്കണം 3.70 കുറക്കണം. 4 0 പോയാൽ നമുക്കറിയാം 4 തന്നെയാണ് വരിക അല്ലേ. 3 7 പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നിങ്ങോട്ട് കണ്ടെടുത്ത 13 7 പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയും എത്രയാണ് വരിക. 13 7 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 6 വരിക. 13 7 പോയാൽ 6. ഇവിടെ പിന്നെ ഇപ്പം 7 ഇല്ല, പകരം 6 ഉള്ളൂ. 6 3 പോയാൽ 3 വരിക. 3.64 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ചപ്പോൾ 3.64 എന്ന് നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്താണ്, ഈ പറഞ്ഞ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്, ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 3.64 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ദശാംശ രൂപങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത്. ഒരുപാട് ചോദ്യങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടും. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്യുക. ആർക്കെങ്കിലും സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ അവർക്ക് മെസ്സേജ് അയക്കാം, അവർ നിങ്ങൾക്കത് അതിൻ്റെ റിപ്ലൈ തരും, ഫോർവേഡ് ചെയ്ത് തരും. ഓക്കെ, 9037276771. അപ്പോൾ സൈക്കോളജിയുടെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ കേട്ടറിന് ആവശ്യമായിട്ടുള്ള മലയാളം ലാംഗ്വേജിൻ്റെ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ മടി കൂടാതെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. കമൻറ്റായിട്ട് പബ്ലിക്ക് കമൻറ്റ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന സിസ്റ്റം വഴി മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക്